നാട്ടിൻപുറങ്ങളിലെ ഒത്തുകൂടലുകളുടെയും ആവേശത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് ഇന്ന് നാടൻ ചൂണ്ടയിടൽ മത്സരങ്ങൾ. വെറുമൊരു വിനോദത്തിനപ്പുറം നമ്മുടെ ഉൾനാടൻ ടൂറിസത്തിനും മത്സ്യകൃഷിയും പുതിയൊരു ഉണർവ് നൽകുകയാണ് ഇത്തരം കൂട്ടായ്മകൾ. കൈപ്പുഴ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കൈപ്പുഴക്കാറ്റിൽ നടന്ന ചൂണ്ടയിടൽ മത്സരം സമ്മാനപ്പൊലിമ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. 1 ലക്ഷം രൂപയുടെ വൻകിട സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരുന്നത്. തുടർച്ചയായ 5ാം വർഷവും നടന്ന നാടൻ ചൂണ്ടയിടൽ മത്സരം MLA നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം ആളുകൾ പങ്കെടുത്ത ചൂണ്ടയിടൽ മത്സരത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ 5 മീനുകളെ കോർത്തെടുത്ത് സന്ദീപ് 1ാം സമ്മാനമായ 25,000 രൂപ സ്വന്തമാക്കി യഥാർത്ഥ മീൻപിടുത്തക്കാരനായി മാറി. എന്ത് തോന്നി ഇവിടെ വന്നപ്പോൾ? പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും മത്സരത്തിൽ ഇത്രയും പേര് കൂടെ മത്സരിക്കുമ്പോൾ ഇതുപോലെ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ വർഷമാണ്. എവിടെ വീട് എവിടെയാണ്? കഴിഞ്ഞ വർഷം മത്സരത്തിൽ സമ്മാനം കിട്ടിയിരുന്നോ? ഒന്നും കിട്ടിയില്ല. സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. കിട്ടിയപ്പോൾ എന്ത് തോന്നി? അപ്പൊ 1ാം സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. 4 മീനുകൾ വീതം പിടിച്ചെടുത്ത മത്സരം കാഴ്ചവെച്ച 2, 3, 4 സ്ഥാനക്കാർ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്മാനത്തിന് അർഹരായത്. ടോബിൻ തോമസ് 2ാം സ്ഥാനവും ജിബിൻ ഏറ്റുമാനൂർ 3ാം സ്ഥാനവും സന്തോഷ് കുറുമാളൂർ 3ാം സ്ഥാനവും പങ്കിട്ടു. ജലാശയത്തിലെ ഏറ്റവും വലിയ മീനിനെ പിടികൂടി സോബിൻ ബാബു 1000 രൂപയുടെ പ്രത്യേക സമ്മാനവും നേടി. മുൻ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സമ്മാനദാനം നിർവഹിച്ചു. ഈ ഉൾനാടൻ ടൂറിസത്തെ പോലെ തന്നെ ഉൾനാടൻ മത്സ്യബന്ധനവും സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് തോന്നിയിട്ടില്ലേ? നിശ്ചയമായും ഇത് ഗ്രാമ ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഉൾനാടൻ മത്സ്യബന്ധനവും അതിൻ്റെ വിപണനവും എല്ലാ കാലഘട്ടങ്ങളിലും ഗവൺമെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് ടൂറിസത്തിൽ മാത്രമല്ല, ഉപജീവനത്തിലേക്കൂടെ കടക്കുന്ന രൂപത്തിലേക്ക് ഉൾനാടൻ മത്സ്യബന്ധനം മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അത് ടൂറിസം മേഖലയെ വലിയ സാധ്യത ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് ഇതൊരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ വർഷവും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതാണ്ട് 600 പേരെ വന്നിരുന്നെങ്കിൽ ഈ വർഷം 1000-ൽ പരം പേര് വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കൂടുതൽ ആളുകൾ ആവേശഭരിതരാകുന്നു. ഇത്തരത്തിലുള്ള മത്സരാധിഷ്ഠിത മത്സ്യബന്ധനം അതും ടൂറിസത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടാണ്. നല്ല രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കുമാരനെല്ലൂർ, കൈപ്പുഴ, അതുപോലെ തന്നെ വൈക്കം തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ടൂറിസം കോറിഡോർ എന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പഠിച്ചിട്ട് സാധ്യതയെപ്പറ്റി പറയാൻ പറ്റും. ആദ്യമായി ഒരു സാധ്യതാ പഠനം, പിന്നെ അതിനൊരു DPR ഒക്കെ തയ്യാറാക്കി വന്നെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചോളം ആശയം നല്ലതാണ്. അവർ കൂടുതൽ സംബന്ധിച്ച പഠനവും സാധ്യതകളും ഒക്കെ തയ്യാറാക്കി DPR തയ്യാറാക്കിയതിന് ശേഷമേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കൈപ്പുഴയ്ക്ക് എന്തായാലും അതിൻ്റെ ഒരു നല്ല സാധ്യതയുണ്ടെന്ന കാര്യം സംശയമില്ല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഈ ടൂറിസം സ്പോർട്സ് ആയിട്ടൊരു മാറ്റുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേരളത്തിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ടൂറിസത്തിന് കേരളം പോലെ സാധ്യതയുള്ള ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമായ ഒരുപിടി പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ കുമരകം എടുത്താൽ, തേക്കടി എടുത്താൽ, കോവളം എടുത്താൽ, മാട്ടുപ്പെട്ടി എടുത്താൽ, വയനാട് എടുത്താൽ, മൂന്നാർ എടുത്താൽ, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് ഈ കേരളത്തിൽ. അത് മറ്റൊരു സംസ്ഥാനത്തിന് ലഭിക്കാത്ത രൂപത്തിലുള്ള വലിയ സാധ്യതകളാണ് ടൂറിസം മേഖലയിലുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു പുതിയ ടൂറിസം സർക്യൂട്ട് ഇതെല്ലാം ബന്ധപ്പെടുത്തി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇന്നത്തെ ഇതിൽ നിന്ന് കൂടുതൽ തലങ്ങളിലേക്ക് ടൂറിസത്തിൻ്റെ സാധ്യതകൾ വളരെ വിപുലവും വിശാലവുമായ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന കാഴ്ചപ്പാടാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഇത്തരം മത്സരങ്ങൾ വെറുമൊരു കളി മാത്രമല്ല, നമ്മുടെ നാടൻ ജലാശയങ്ങളെ സംരക്ഷിക്കുവാനും ഉൾനാടൻ മത്സ്യകൃഷിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുവാനും വിനോദസഞ്ചാരികളെ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിക്കുവാനും സഹായിക്കുന്ന വലിയൊരു വിപണന സാധ്യത കൂടിയാണ്. പ്രകൃതിയെ അറിഞ്ഞ് നാടൻ തനിമ ആസ്വദിക്കുവാൻ ഇതിലും നല്ലൊരു മാർഗമില്ല. ഈ മത്സരത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിൽ തന്നെ ഒരു സമ്മാനം കിട്ടി. ഏറ്റവും തൂക്കം കൂടിയ മീൻ പിടിച്ച ആള് അടുത്ത വർഷം വരും. ഉറപ്പായിട്ട് വരും. നല്ല അഭിപ്രായം തന്നെയാണ്. ഇതിങ്ങനെ വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ യുവയോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലുള്ള മത്സരങ്ങൾ ഇതിലും വൈവിധ്യമാർന്ന മത്സരങ്ങൾ ഇനി ഇവിടെ കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ അവരോട് പറയുന്നു. അവർക്കായിട്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ്, യുവ ക്ലബ് സെക്രട്ടറി അജയ് രമേശൻ, പ്രസിഡന്റ് രാജുമോൻ എന്നിവർ നേതൃത്വം നൽകി. ഇപ്പോൾ ഈ 5 വർഷമായി മത്സരം സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്?
ഇത് ഞങ്ങൾ ക്ലബ്ബുപരമായിട്ട് ആലോചിച്ചാണ്. ഞങ്ങൾ നേരത്തെ എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികൾ, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നമ്മളെപ്പോഴും ചൂണ്ടയിടാനും വരും. അങ്ങനെയാണ് ഈ ആശയം നമുക്ക് മുന്നോട്ട് വന്നത്. ഒരു നല്ലൊരു ചൂണ്ടയിടൽ മത്സരം നടത്തിയാൽ എങ്ങനെ ഇരിക്കുന്നു. ആദ്യകാലത്ത് ഞങ്ങൾ ഇവിടെയല്ലായിരുന്നു, ഞങ്ങൾ കുട്ടാമ്പ്രം അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു. അന്നേരം കുഴപ്പമില്ലാതെ വന്നു. പിന്നെ ഈ സംഭവം നമ്മളങ്ങ് വിപുലീകരിച്ചു. ഓരോ ആൾക്കാർ ഈ മത്സരത്തോട് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഒരു പരിപാടി നല്ല വിജയമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് അന്ന് 515 ചൂണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ചു. അതിനോടുപരി നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചപ്പം അതിലും ആൾക്കാർ, നമ്മുടെ കണ്ണൂർ തൊട്ട് ഉള്ള ആൾക്കാർ, കേരളത്തിൻ്റെ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള ആൾക്കാർ നമുക്ക് ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ വർഷത്തേക്ക് 5ാമത്തെ ഒരു വർഷം നമ്മൾ വിപുലീകരിക്കാൻ വേണ്ടി നമ്മുടെ TVSൻ്റെ ഷോറൂം, അതുപോലെ അച്ചാൻ സ്കൂൾ, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് സഹകരിച്ചു. അപ്പം നല്ല രീതിയിലാണ്. അപ്പോൾ അതും തൊടുകിൽ ജസ്റ്റിൻ ജോമൻ 25,000 രൂപയാണ് ഇത്തവണ നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നിരിക്കുന്നത്. അത് രണ്ടും കൂടെ ആയപ്പോൾ നമ്മൾ അപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരും നമുക്ക് സ്പോൺസർ ചെയ്ത് മൊത്തം 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ, 1 ലക്ഷത്തിൽ പൊക്കത്തുള്ള സമ്മാനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്രത്തോളം പേര് ഈ മത്സരത്തിൽ ഇന്ന് പങ്കെടുത്തു? നമ്മൾ 1200 ചൂണ്ടകളാണ് വെച്ചത്. ഏകദേശം അത്രയും ആൾക്കാർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമായിരുന്നു. ഈ അടുത്ത വർഷവും നിങ്ങൾ ഇതുപോലത്തെ വിശാലമായിട്ട് കുറച്ചും കൂടെ വിപുലമായിട്ട് നടത്താനാണോ? ഉറപ്പായിട്ടും നമ്മൾ അടുത്ത വർഷം ഇതിലേക്ക് വിപുലീകരിച്ച് നല്ല നല്ല പരിപാടികൾ, ഇത്തവണ നമ്മൾ റോബോട്ടിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്ത വർഷം എന്തെങ്കിലും ഒരു നല്ല പരിപാടിയോടുകൂടി വൻ വിജയമാക്കി ഇവിടെ നല്ല രീതി. അതും മഴ നമുക്ക് നല്ല അനുകൂല കാലാവസ്ഥ ഇന്നാണ്. ഇത്രയും 2 ദിവസം മഴയായിരുന്നു. നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വിജയമായിരുന്നു. നമുക്ക് ഈ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബിന് വേണ്ടിയല്ല, ഞങ്ങൾ ഒത്തിരി ചാറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാറ്റ് പ്രവർത്തനമാണ് ഞങ്ങൾ ഇതിനുള്ള പ്ലാൻ. അതാണ് ഞങ്ങളുടെ എല്ലാ വർഷം തന്നെ സ്പോൺസർമാർ ഞങ്ങളെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു ഇത് വിജയം. കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ വിജയം. പിന്നെ ഈ നാട്ടുകാരുടെ സപ്പോർട്ടും ഈ വാർഡ് കമ്മിറ്റിയുടെ സപ്പോർട്ടും അങ്ങനെയുള്ള ഈ സ്പോൺസർമാരുടെ സപ്പോർട്ട്, അതാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത വർഷം ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തിയിരിക്കും.